മരണം കൊണ്ടുവന്നത് സാത്താനല്ല, മരണം കൊണ്ടുവന്നത് ദൈവമാണ്. ദൈവം ആദം ഹവ്വ ദമ്പതികളോട് പറഞ്ഞു, എൻ്റെ പ്രമാണം നിങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ, ഞാൻ പറഞ്ഞ വിലക്കിനെ നിങ്ങൾ എടുത്തു കളയുന്നില്ലെങ്കിൽ നിങ്ങൾ അടക്കി ഭരിക്കും, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ദൈവത്തിനൊരാഗ്രഹമില്ല അവൻ മരിക്കണമെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? ദൈവകൽപ്പനയനുസരിച്ച് ഇവൻ ജീവിക്കണം. തിന്നുന്ന നാളിൽ എന്ന് പറഞ്ഞാൽ നിയമം ലംഘിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ദൈവം ദൈവത്തെ കൊണ്ട് തന്നെ ആണയിട്ട് പറയുകയാണ്, നിങ്ങൾ മരിക്കും, നിശ്ചയമായും നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞാൽ ബൈ മീ ഓർ ബൈ മൈ ഡെത്ത് യു വിൽ ഡൈ. എന്നാണ് നിങ്ങൾ മരിക്കുമെന്ന് അതിൻ്റെ അർത്ഥം. ദൈവത്തെ കൊണ്ട് ദൈവം ആണയിടുകയാണ്. എൻ്റെ വഴി വിട്ട് നടക്കാതെ ഇരുന്നാൽ നിങ്ങൾ അടക്കി ഭരിക്കും. ദൈവത്തിനൊരു ശത്രുവുണ്ട്, അവൻ്റെ പേരാണ് ലൂസിഫർ. ലൂസിഫറിനറിയാം തൻ്റെ അധികാരം ഈ ഭൂമി നടക്കാൻ പോകുന്നില്ല. കാരണം ഈ ഭൂമിയിൽ നിന്ന് ഉരുവായതിന് മാത്രമേ ഭരിക്കുവാൻ കഴിയൂ. Greetings to all of you in the precious name of our Lord and Savior Jesus Christ. അനുഗ്രഹിത പകൽക്കാലത്തിനായി ദൈവത്തിന് മഹത്വം. ഇന്നത്തെ വിചിന്തനത്തിനായി ഞാൻ വായിപ്പാൻ ഉദ്ദേശിക്കുന്ന വേദഭാഗം ഗലാത്യ ലേഖനത്തിൽ നിന്നാണ്. അതിൻ്റെ 4-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 4 and 5. എന്നാൽ കാലസമ്പൂർണ്ണ വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്, അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. പൗലോസ് അപ്പോസ്തലൻ കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ ജഡാവതാരം എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെ പ്രഗത്ഭമായി ചിത്രീകരിക്കുന്ന ഒരു വേദഭാഗമാണിത്. ഈ സീസൺ ലോകത്തിലെല്ലായിടത്തും ഉള്ള രാജ്യങ്ങളിൽ ചെറുതായിട്ടാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു മാസമാണ്. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് ഡിസംബർ 25 എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും, എനിക്കറിയാൻ വയ്യ. അത് വേദപുസ്തകത്തിലെങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. ക്രിസ്തുമസ് സഭ ആരംഭകാലത്ത് ആചരിച്ചിരുന്നുവോ? അതിനുള്ള ഉത്തരം ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥമായി കാണുന്നത്. 1 തൊട്ട് 3-ാം നൂറ്റാണ്ട് വരെ ക്രിസ്തുമസ് എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നില്ല. 4-ാം നൂറ്റാണ്ടിൽ അത് ചെറിയൊരു ആചാരമായി തുടങ്ങുവാനിടയായി. ഇന്നത് എല്ലായിടത്തും കൂടുന്നു. എന്നാൽ യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യ സംഭവമാകിയാലും, യേശു ക്രിസ്തു ജനിച്ചത് ചരിത്ര യാഥാർത്ഥ്യമാണെന്ന് ലോകം അംഗീകരിക്കുന്നതിനാലും അതേക്കുറിച്ച് ഉള്ള വിഷയത്തിൽ അല്പമായി ഈ പാൽക്കാലം ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ജനനത്തിൻ്റെ അഥവാ ആഗമനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അതേക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൽ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചു. കാലസമ്പൂർണത. ദൈവം ഒരിക്കലും ടു ഇയർലി ആയിരിക്കത്തില്ല. ദൈവത്തിൻ്റെ ഇടപെടൽ ടു ലേറ്റും ആയിരിക്കത്തില്ല. കർത്താവ് എപ്പോഴും ഇടപെടുന്നത് കൃത്യസമയത്താണ്. പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. ശലോമോൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, പ്രൊവർബിൽ എല്ലാത്തിനും ഒരു സമയമുണ്ട്. അതിൻ്റെ കൃത്യതയെ പറയുകയാണ്, അതൊരു ദൈവത്തിൻ്റെ സമയം. എന്നാൽ യേശു ക്രിസ്തു ജഡാവതാരം എടുത്ത കാലഘട്ടം ആത്മീയമായി പറഞ്ഞാൽ ഒരു കൃത്യസമയമായിരുന്നു. എന്ന് പറഞ്ഞാൽ യഹൂദ ജാതി എന്ന് പറയുന്നത് ഒരു ഒപ്രസ്ഡ് നേഷനാണ്. ലോക സാമ്രാജ്യങ്ങളെ എല്ലാം ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അസിറിയൻ രാജ്യത്തെ ഒഴിച്ച്.
കാരണം അതിന് ശേഷമാണ് ബാബിലോൺ സാമ്രാജ്യം ആരംഭിക്കുന്നത്. അസീറിയർ അഥവാ അശൂർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം, അവർ BC ഏതാണ്ട് 8-ാം നൂറ്റാണ്ടിൽ ഇസ്രയേലിനെ ആക്രമിക്കുകയും അതിൻ്റെ നോർത്തേൺ കിങ്ഡം ആയിരിക്കുന്ന 10 ഗോത്രങ്ങളടങ്ങിയ ഇസ്രയേൽ ജാതിയെ അടിമകളായി പിടിച്ചുകൊണ്ട് അശൂർ അഥവാ ഇന്നത്തെ സിറിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കാരണം ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എൻ്റെ വചനങ്ങളും ചട്ടങ്ങളും പ്രമാണിക്കണം. പ്രമാണിച്ചാൽ ഞാൻ നിങ്ങളുടെ വലത്തുഭാഗത്ത് നിങ്ങളുടെ സംരക്ഷകനായിട്ടുണ്ട്. അല്ല എങ്കിൽ നിങ്ങൾ അടിമത്തത്തിലേക്ക് പോകും, പാരതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ പോകും. ആ ദൈവം കൽപ്പിച്ചതാണ്. നമ്മൾ ദാനിയേൽ പ്രവചനം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, അവിടെ തന്നെ 3-4 സാമ്രാജ്യങ്ങളെക്കുറിച്ച് കാണുന്നു. ബാബിലോണിയ സാമ്രാജ്യം, യഹൂദയെ അവർ ആത്മീയമായി അധപ്പതിച്ച കാലഘട്ടത്ത് നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ട് പോവുകയും ബാബിലോണിൽ അടിമകളാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വരുന്ന സാമ്രാജ്യം പേർഷ്യ, മീഡിയോ പേർഷ്യൻ സാമ്രാജ്യമാണ്. അവരും യഹൂദജാതിയെ അടക്കി ഭരിച്ചു. അതിനുശേഷം വന്നത് ഗ്രീഷ്യൻ എംപയറാണ്. ഗ്രീക്ക് എംപയർ അവരെ ഭരിച്ചു. അതിനുശേഷം വന്നത് റോമാണ്. റോം അവരെ ഭരിച്ചു. ഇതിൻ്റെ എല്ലാം നടുക്ക് ഉള്ള ഒരു രാജ്യമാണ് ആക്ച്വലി ഇസ്രയേൽ എന്ന് പറയുന്നത്. എല്ലാ ലോക മഹാരാജ്യങ്ങൾ സാമ്രാജ്യങ്ങളും അധികാരത്തിൽ വരുമ്പോഴും യുദ്ധങ്ങൾ നടക്കുമ്പോഴും എല്ലാം ഇസ്രയേൽ ഇതിൻ്റെ നടുഭാഗത്തുണ്ട്. ലോക സാമ്രാജ്യങ്ങളുടെ ഉയർച്ച താഴ്ച ഇതിലൊന്നും ഇസ്രയേലിനൊരു സ്ഥാനമില്ലാതിരിക്കുന്നില്ല. അതിൻ്റെ എല്ലാം നടുവിലുള്ള ഒരു കൊച്ചു രാജ്യമാണ് ഇസ്രയേൽ എന്നുള്ളത് ഓർക്കണം. എന്നാൽ ബാബിലോണിയ പാരതന്ത്ര്യത്തിൽ നിന്ന് അവർ വിടുതൽ പ്രാപിച്ച് എസ്രയുടെയും നെഹമ്യാവിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ യെരുശലേമിനെ പുതുക്കിപ്പണിയുകയും ദേവാലയത്തെ പുതുക്കിപ്പണിയുകയും ഒക്കെ ചെയ്തതിന് ശേഷം ആത്മീയമായി വലിയൊരു ഉണർച്ച, ഒരു ഉയർച്ച അവരുടെ ഇടയിലുണ്ടായി. അന്ന് ആത്മീയത്തിൽ വളരെ തീവ്രവാദികളായ പരീശന്മാർ മുന്നോട്ട് വന്നു. ശാസ്ത്രിമാർ എന്ന് പറയുന്നത് വേദ പഠിതാക്കളാണ്, ജ്ഞാനമുള്ള വ്യക്തികളാണ്. അവർ തിരുവചനം നന്നായി പഠിക്കുന്നു. അവർ പഠിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. ഒരു മെസ്സിഹയെക്കുറിച്ച് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത്. അപ്പോൾ ആത്മീയമായ തലത്തിൽ പറഞ്ഞാൽ അവർ ഉണർന്ന ഒരു കാലഘട്ടമാണ്. ഉദാഹരണമായി പറഞ്ഞാൽ നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കാണുന്നു, ബുദ്ധിമാന്മാർ അല്ലെങ്കിൽ മാഗികൾ കിഴക്കേ നിന്ന് ഇസ്രയേലിലേക്ക് വരുന്നു. അവർ വന്നു ചേരുന്നത് ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ്. അവരോട് ചോദിക്കുകയാണ്, ഇസ്രയേലിൻ്റെ രാജാവായി പിറന്നവൻ എവിടെ? അപ്പം അവിടുത്തെ ശാസ്ത്രിമാരൊക്കെ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് അവർ പറയുകയാണ്, അത് ബേത്ലഹേമിൽ നിന്നായിരിക്കണം. അപ്പോൾ അവർ വായിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മൈഖായുടെ പുസ്തകം അവരെടുത്തു. മീഖായുടെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീയോ ബേത്ലഹേമേ എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രയേലിന് അധിപതിയായി ജനിക്കുന്നവൻ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുമെന്നാണ്. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതാണ്, അവൻ്റെ ഉത്ഭവം പുരാതനമേ ഉള്ളതാണ് എന്നരുളി ചെയ്തു. എന്ന് പറഞ്ഞാൽ ബേത്ലഹേം എഫ്രാത്ത് എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കണം യേശു ജനിക്കേണ്ടത് എന്ന് ശാസ്ത്രിമാർ കണ്ടുപിടിച്ച് ആരോട് പറഞ്ഞു? മാഗികളോട് പറഞ്ഞു. അപ്പോൾ തിരുവചനത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ മാത്രമല്ല പഴയ നിയമത്തിലുടനീളം ക്രിസ്തു ജനിക്കുമെന്ന് പറയുകയാണ്. അവൻ്റെ ഉത്ഭവം ബേത്ലഹേം എഫ്രാത്ത് ആയിരിക്കില്ല. അവിടെ അവൻ ജനിക്കുമെങ്കിലും അവൻ പുരാതനനാണ്, അവൻ പണ്ടേ ഉള്ളവനാണ് എന്ന് മീഖ പ്രവാചകൻ എഴുതി വച്ചു. കർത്താവായ യേശു ഭൂമിയിൽ സഞ്ചരിച്ചപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാൻ 5:39 നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു,
അവയിൽ നിന്ന് നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു എന്ന് യേശു പറഞ്ഞു. തിരുവചനം എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അന്ന് പുതിയ നിയമം ഉണ്ടായിട്ടില്ല, പൗലോസ് അപ്പോസ്തലന് രംഗപ്രവേശം ചെയ്തിട്ടില്ല. ആ കാലഘട്ടത്തിൽ യേശു പറയുകയാണ്, തിരുവചനം എന്ന് അവിടെ ഉദ്ദേശിക്കുന്ന പഴയ നിയമമാണ്. സങ്കീർത്തനങ്ങളും പ്രവചന പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. കർത്താവ് പറയുകയാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ പുരാതനനായവൻ എന്ന തിരുവചനം പ്രസ്താവിക്കുന്നത് യഹോവയാം ദൈവത്തെക്കുറിച്ചാണ്. പുരാതനനായവൻ ജന്മമെടുക്കുന്ന സ്ഥലമാണ് ബേത്ലഹേം എപ്പപ്രാത്ത് എന്നുള്ള ചിന്തയാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 44 തൊട്ടുള്ള വേദഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അവിടെ കർത്താവായ യേശു ക്രിസ്തു 2 ശിഷ്യന്മാരെ യാത്ര ചെയ്യുമ്പോൾ, യേശു മരിച്ചു അടക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ യാത്ര ചെയ്തു പോവുകയാണ് എമ്മോവസിലേക്ക്. അവർ തമ്മിൽ തർക്കിക്കുന്നു, അവർ തമ്മിൽ സംസാരിക്കുന്നു. ആ സമയത്ത് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശു അവരോട് കൂടെ നടന്നു. അവർ പറയുകയാണ്, യേശു അവന് ഞങ്ങൾ പ്രത്യാശ വച്ചിരുന്നു, അവൻ മരിച്ചു അടക്കപ്പെട്ടു, ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു. ചിലർ പറയുന്നു അവൻ ഉയർത്തെഴുന്നേറ്റെന്ന്, ചില സ്ത്രീകൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ എമ്മോവസിലേക്ക് വാദിച്ചും തർക്കിച്ചു കൊണ്ടുപോകുന്ന ശിഷ്യന്മാരോട് കൂടെ യേശു നടന്നുകൊണ്ട് അവരോട് പറയുകയാണ്, തിരുവെഴുത്തുകളെ നിങ്ങൾ ശോധന ചെയ്യാത്തതെന്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സംസാരിക്കുമ്പോൾ അവരുടെ ബുദ്ധിയെ കർത്താവ് തെളിയിച്ചു കൊടുത്തു. പ്രവചനത്തിൽ നിന്ന് മശിഹ ജഡമെടുക്കേണ്ടതും ജീവിക്കേണ്ടതും കഷ്ടങ്ങൾ സഹിച്ച് മരിക്കേണ്ടതുമാണെന്നുള്ള യാഥാർത്ഥ്യം പറഞ്ഞപ്പോൾ അവരുടെ ബുദ്ധി പ്രകാശിക്കുകയും മശിഹയെ തിരിച്ചറിയുകയും ചെയ്തു. നമുക്കറിയാം, അത്താഴ സമയമായപ്പോൾ യേശു അപ്പം എടുത്ത് സ്തോത്രം ചെയ്തപ്പോൾ അവരുടെ കണ്ണ് തെളിഞ്ഞു, അവർ യേശുവിനെ ഗ്രഹിച്ചു. അവൻ അവരുടെ മധ്യത്തിൽ നിന്ന് അപ്രത്യക്ഷനായി. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. പഴയ നിയമത്തിൽ അനോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ അഭിഷേകം 3 തലത്തിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഒന്ന്, പ്രവാചകന്മാരെ ദൈവം അഭിഷേകം ചെയ്തു, പുരോഹിതന്മാരെ ദൈവം അഭിഷേകം ചെയ്തു, രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു. ഇങ്ങനെ 3 തലത്തിലുള്ള അഭിഷേകങ്ങളുണ്ടെങ്കിൽ ഈ 3 അഭിഷേകവും ഒരുപോലെ ഉള്ളവനാണ് കർത്താവായ ക്രിസ്തുയേശു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഒരു രാജാവെന്നുള്ള അഭിഷേകത്തെ ദാവീദിനോടുള്ള ബന്ധത്തിലും, ഒരു പുരോഹിതൻ എന്നുള്ള ബന്ധത്തിൽ അഹറോനോടുള്ള ബന്ധത്തിൽ പൗരോഹിത്യം, ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നു ഒരു രാജാവ് എന്നുള്ള രീതി, ഒരു പ്രോഫറ്റ് എന്നുള്ള രീതിയിൽ പ്രോഫറ്റായി മോശയെ അഗ്രഗണ്യനായി കാണുന്നു, പുരോഹിത ശ്രേഷ്ഠനായി അഹ്റോനെ, രാജാക്കന്മാരുടെ ശ്രേഷ്ഠനായി ദാവീദിനെ. ഈ 3 പേരെയും നമ്മൾ കാണുന്നെങ്കിൽ ഈ 3 അഭിഷേകമുള്ളവനാണ് കർത്താവായ ക്രിസ്തുയേശു. ഹല്ലേലൂയ. കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള നിഴലുകൾ പഴയ നിയമ പുസ്തകത്തിൽ നമുക്ക് ഉടനീളം കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പൗരോഹിത്യം അഹറോന് കൊടുക്കുമ്പോൾ മോശയിലുണ്ടായത് ദർശനം വരാനിരിക്കുന്ന വലിയ മഹാപുരോഹിതനായ യേശുവിനെ കുറിച്ചായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു നേതാവായി ജോഷുവയെ അഭിഷേകം ചെയ്യുമ്പോൾ മോശ കാണുന്നത് വരാനിരിക്കുന്ന ജഗന്നത്തിൻ്റെ വിടുതലിൻ്റെ കാരണമായ യേശുവിനെ കുറിച്ചാണ്. അതുപോലെ അബ്രഹാമിനൊരു ഓഫറിങ് കൊടുക്കുമ്പോൾ ആ ഓഫറിങ്ങിലൂടെ അബ്രഹാം കണ്ടത് ഇസഹാക്കിനെയല്ല, വരാനിരിക്കുന്ന മശിഹയെയാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലിരിക്കുന്നത് ദാവീദിൻ്റെ വംശാവലിയിലൂടെ കടന്നു വരാൻ പോകുന്ന യേശുവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. ദാവീദിൻ്റെ പുത്രനായ ശലോമോനെ കുറിച്ച് നാം കാണുന്നത് അവനൊരു കൗൺസിലറായിരുന്നു, ജ്ഞാനിയാണ്. ആ ജ്ഞാനിയുടെ കാണുമ്പോൾ ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ക്രിസ്തുയേശുവിനെയാണ് നമ്മൾ തിരുവചനത്തിൽ കാണുന്നത്. മിസ്രയീമിൽ വലിയ ക്ഷാമമുണ്ടായി. അവർക്ക് അപ്പം കൊടുക്കുവാനുള്ള ധാന്യം കൊടുക്കുന്ന ആരാണ്? ജോസഫാണ്.
ആ ജോസഫിനെ നിഴലായി നമ്മൾ ക്രിസ്തയേശുവിനെ ദർശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്കൊരു ആർക്ക് ഓഫ് ദ കവനൻ്റ് ഒക്കെ ഉണ്ട്. ആ ആർക്ക് ഓഫ് ദ കവനൻറ്റിൽ ഒരു മേഴ്സി സീറ്റ് ഉണ്ട്. ആ മേഴ്സി സീറ്റിൽ നാം മശിഹായുടെ ക്രിസ്തയേശുവിൻ്റെ നിഴലിനെ ദർശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന നമ്മുടെ ഇസ്രായേൽ ജനത്തിന് പ്രകാശമായി, രാത്രിയിൽ അഗ്നിസ്തംഭമായി, പകൽ മേഘസ്തംഭമായി പ്രത്യക്ഷപ്പെടുന്ന ഷെഖേന ഗ്ലോറി. അവിടെ നമ്മൾ കാണുന്നത് കർത്താവായ ക്രിസ്തയേശുവിൻ്റെ സാന്നിധ്യമാണ്. മരുഭൂമിയിൽ ജനത്തെ നടത്തുമ്പോൾ അവിടെയെല്ലാം നിഴലുകളായി അവർ യേശുവിനെ ദർശിക്കുന്നു. അവർക്ക് അപ്പം എല്ലാ ദിവസവും അവർക്ക് മന്ന ലഭിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. അവർക്ക് പാറയെ പിളർന്ന് വെള്ളം കൊടുക്കുന്നു. യേശു പറയുന്നു, ഞാനാണ് ജീവജലത്തിൻ്റെ നദി. അവരവിടെ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റവർ രക്ഷ പ്രാപിക്കേണ്ടതിന് പിച്ചള സർപ്പത്തെ ഉയർത്തുന്നു. അതിലൂടെ ക്രൂശിന്മേൽ ഉയർത്തപ്പെടുവാനുള്ള മശിഹായുടെ ദർശനം അവർ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. യഹൂദ ഗോത്രത്തെ ദർശിക്കുമ്പോൾ യഹൂദ ഗോത്രത്തിലെ സിംഹത്തെ കാണുകയാണ്. യേശുവിൻ്റെ ഉൽപ്പത്തി ബേത്ലഹേമിലല്ലേ ആരംഭിക്കുന്നത്. അവൻ നിത്യനായ ദൈവമാണ്. അതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്ന ഒരു വേദഭാഗം നമുക്ക് കാണാം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ബേത്ലഹേമിൽ ജനിക്കുന്ന മശിഹയെക്കുറിച്ച് ദർശനം പ്രാപിച്ച യെശയ്യാവ് പ്രസ്താവിക്കുന്ന ഇങ്ങനെയാണ്: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ബേത്ലഹേമിൽ ജനിച്ചിരുന്ന ശിശു. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ശിശു ജനിച്ചു, മകൻ നൽകപ്പെട്ടു. സ്ത്രീത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇവൻ ആരാണ്? മശിഹയായി ജനിക്കുന്നവനെ കുറിച്ച് പറയുകയാണ്. ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. ഈ ലോകത്തെ അടക്കി ഭരിക്കുവാൻ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ഒക്കെ അനേകർ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അവരാരും അതിന് യോഗ്യരല്ല. അവർക്കാർക്കും ഭൂമിയെ അടക്കി ഭരിപ്പാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ലോകത്തെ അടക്കി ഭരിക്കുവാൻ ഒരു രാജാവ് വരും. ആ രാജാവ് മശിഹയാണ്. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടായിരിക്കുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. യഹോവയുടെ തീഷ്ണത അത് നിവർത്തിക്കുകയാണ്. കാരണം എന്താണ്? ദൈവം സൃഷ്ടി ചെയ്തു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ കാണുന്നു, പ്രകാശം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, നല്ലതെന്ന് ദൈവം കണ്ടു. വിധാനമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വിധാനമുണ്ടായി. വൃക്ഷങ്ങളുണ്ടാകട്ടെ, ദൈവം കണ്ടു, നല്ലതെന്ന് ദൈവം കണ്ടു. അങ്ങനെ ഓരോന്നും കണ്ടതിന് ശേഷം നല്ലതെന്ന് ദൈവം പറഞ്ഞു. അവസാനമായി തൻ്റെ രൂപത്തിലും, വരുവീൻ നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കാം എന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ദൈവം അവരുടെ രാജാവായിട്ടിരിക്കുകയല്ല, ലോകത്തിൻ്റെ രാജാവായി ദൈവം അവരെ ഓർഡൈൻ ചെയ്യുകയാണ്. സകലത്തെയും നിങ്ങൾ അടക്കി ഭരിക്കണം. മശിഹയുടെ അനിവാര്യത എന്താണ്? മരണം കൊണ്ടുവന്നത് സാത്താനല്ല, മരണം കൊണ്ടുവന്നത് ദൈവമാണ്. ദൈവം ആദം ഹവ്വ ദമ്പതികളോട് പറഞ്ഞു, എൻ്റെ പ്രമാണം നിങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ, ഞാൻ പറഞ്ഞ വിലക്കിനെ നിങ്ങൾ എടുത്തു കളയുന്നില്ലെങ്കിൽ നിങ്ങൾ അടക്കി ഭരിക്കും, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ദൈവത്തിനൊരാഗ്രഹമില്ല അവൻ മരിക്കണമെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്?
ദൈവകൽപ്പനയനുസരിച്ച് ഇവൻ ജീവിക്കണം. തിന്നുന്ന നാളിൽ എന്ന് പറഞ്ഞാൽ നിയമം ലംഘിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ദൈവം ദൈവത്തെ കൊണ്ട് തന്നെ ആണയിട്ട് പറയുകയാണ്, നിങ്ങൾ മരിക്കും, നിശ്ചയമായും നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞാൽ ബൈ മീ ഓർ ബൈ മൈ ഡെത്ത് യു വിൽ ഡൈ. എന്നാണ് നിങ്ങൾ മരിക്കുമെന്ന് അതിൻ്റെ അർത്ഥം. ദൈവത്തെ കൊണ്ട് ദൈവം ആണയിടുകയാണ്. എൻ്റെ വഴി വിട്ട് നടക്കാതെ ഇരുന്നാൽ നിങ്ങൾ അടക്കി ഭരിക്കും. ദൈവത്തിനൊരു ശത്രുവുണ്ട്, അവൻ്റെ പേരാണ് ലൂസിഫർ. ലൂസിഫറിനറിയാം തൻ്റെ അധികാരം ഈ ഭൂമി നടക്കാൻ പോകുന്നില്ല. കാരണം ഈ ഭൂമിയിൽ നിന്ന് ഉരുവായതിന് മാത്രമേ ഭരിക്കുവാൻ കഴിയുകയുള്ളൂ. മണ്ണിനാൽ നിന്നുളവായി ഭൂമിയിലുള്ള സകലതും. ഇവിടെ എരിവായി വരട്ടെ, മണ്ണിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഈ മണ്ണിൽ നിന്നുള്ളതിന് മാത്രമേ അടക്കി ഭരിക്കാൻ കഴിയുള്ളൂ. പിശാചിന് അടക്കി ഭരിക്കാൻ കഴിയത്തില്ല. കാരണം അവനൊരു ശരീരമില്ല. അതുകൊണ്ടാണ് ഒരു ശരീരമുള്ള സർപ്പത്തിൻ്റെ വായിൽ അവൻ്റെ സ്പിരിറ്റ് കയറുന്നത്. എന്നിട്ട് ആ സർപ്പത്തെ കൊണ്ട് ആദം ഹവ്വ ദമ്പതികളോട് സംസാരിപ്പിക്കുന്നത്. അപ്പോൾ ആദം ഹവ്വ ദമ്പതികൾ ദൈവം പറഞ്ഞ നിയോഗത്തെയും കൽപ്പനയും പ്രമാണിക്കായികയാൽ ശിക്ഷ അവരുടെ മേൽ വന്നു. പാപത്തിൻ്റെ ശമ്പളം മരണം അവർ അനുഭവിക്കണം. എന്നാൽ ദൈവം പറയുന്നത് നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും ഇവരെ സൃഷ്ടിക്കണം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരെല്ലാം അപ്പന്മാരാണ് ഇവിടെ ഇരിക്കുക. എല്ലാവരും തന്നെ മിക്കവാറും എല്ലാവരും. നമ്മുടെ മക്കളോട് നമുക്ക് വലിയ വാത്സല്യമുണ്ട്, അമ്മമാർക്ക് അതിലുമുണ്ട് എന്നാ പറയുന്നത്. എന്നാൽ ദൈവവചനം പറയുന്ന അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ. അപ്പം മക്കളോട് കരുണ അപ്പന്മാർക്കുണ്ട്, നിശ്ചയമായിട്ടുണ്ട്. ദൈവം പറഞ്ഞു നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും നാം ഇവരെ സൃഷ്ടിക്കണം. ദൈവത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം തന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നു. ഈ മനുഷ്യനെ മരണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിന് മനസ്സില്ല. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പകരക്കാരനായി മരിക്കും. ഈ പ്രവചനം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തൊട്ട് നമ്മൾ കാണുന്നുണ്ട്. പിശാചിനെ നോക്കിക്കൊണ്ട്, അഥവാ സർപ്പത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന പിശാചിനെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ്, നിന്റെ തല സ്ത്രീയുടെ സന്തതി തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. എന്ന് പറഞ്ഞാൽ രക്ഷകനായി വരുന്ന മശിഹയുടെ കുതികാൽ നീ തകർക്കും. എന്നാൽ അവൻ തകർക്കുന്നത് നിന്റെ കാലല്ല, നിന്റെ തല അവൻ തകർക്കും. സർപ്പത്തിൻ്റെ പിശാചിൻ്റെ ആധിപത്യത്തെ കാൽവറിയിൽ തോൽപ്പിക്കുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ് മനുഷ്യനായി ജനിച്ച യേശുവിൻ്റെ ദൗത്യം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, യെശയ്യാ പ്രവാചകൻ പറയുന്നത് ഇവൻ കൊച്ചുപുള്ളിയല്ല, ഇവൻ പുരാതനനായവനാണ്. ഹല്ലേലൂയ. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? അവൻ്റെ പേരെന്താണ്? അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകത്തില്ല. അവൻ്റെ പേര് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. ഈ ജനിക്കാൻ പോകുന്ന ശിശുവിൻ്റെ സർനെയിമാണ് നിത്യപിതാവ്, സമാധാന പ്രഭു. അതാണ് അവൻ്റെ പേര്. പ്രൈസ് ദി ലോർഡ്. യേശു നല്ലിടയനായി ഭൂമിയിലേക്ക് കടന്നു വന്നു. മനുഷ്യനിൽ നിന്ന് ജനിച്ചവന് മാത്രമേ ഈ ലോകത്തെ ഭരിക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു ആത്മാവിന് ഈ ലോകത്തെ ഭരിക്കാൻ കഴിയത്തില്ല. ആത്മാവുള്ള മനുഷ്യജടമുള്ളവനെ ഭരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ത്രിത്വത്തിൽ ക്രിസ്തേശു അല്ലെ പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയെ അടക്കി ഭരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജഡത്തിൽ വെളിപ്പെട്ടവനവനാണ് ത്രിത്വത്തിൽ. അതുകൊണ്ട് ഈ ഭൂമിയെ വാഴുന്നവനും ഭരിക്കുന്നവനും മശിഹായിരിക്കും. യേശു നിശ്ചയമായും ഏദനിൽ ആദമിന് നഷ്ടപ്പെട്ടതിനെ പുനഃസ്ഥാപിച്ചു കൊടുക്കും. ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുവാൻ അവന് കഴിഞ്ഞില്ല.
ദൈവത്തിന് മുമ്പിൽ 1000 വർഷം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നു. ആ ഒരു ദിവസത്തെ ആദമിന് ഫിനിഷ് ചെയ്യുവാൻ ഭൂമിയിൽ കഴിഞ്ഞിട്ടില്ല. ഒരു മനുഷ്യരാശിയിൽ ആദമിന് 930 വർഷം മാത്രമേ ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. ഏറ്റവും കൂടുതൽ കാലഘട്ടം ജീവിച്ചിരുന്ന മെത്സലേക്ക് ജീവിച്ചിരുന്ന എത്ര വർഷമാണ്? 969 വർഷം. 1000 വർഷം അഥവാ ഒരു ദിവസം തികയ്ക്കുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല എങ്കിൽ ദൈവം തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ 1000 ആണ്ട് വാഴുന്ന ഒരു സുദിനം സംജാതമാകാൻ പോകുക അനധിവിദൂര ഭാവിയിൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, ഉൽപ്പത്തി പുസ്തകം 3:15 യേശുവിനെ കുറിച്ച് പറയുന്നു, സ്ത്രീയുടെ സന്തതി, അവൻ സർപ്പത്തിൻ്റെ തല തകർക്കും. അപ്പോൾ അവിടെ ദൈവം ഒന്ന് ഫിൽറ്റർ ചെയ്യുകയാണ്. മറ്റൊരു ജാതിയിൽപ്പെട്ട ജീവി അല്ല രക്ഷിതാവായി വരുന്നത്. ഒരു ദൂതനല്ല രക്ഷിതാവായി വരുന്നത്. ആരായിരിക്കും രക്ഷിതാവായി വരാൻ പോകുന്നത്? മനുഷ്യജാതി, സ്ത്രീയുടെ സന്തതി. മനുഷ്യകുലത്തിൽ നിന്ന് തന്നെയാണ് മനുഷ്യന് രക്ഷ വരാൻ പോകുന്നത്, ഒരു ദൂതനല്ല. മിഖായേലിനോ ഗബ്രിയേലിനോ നമ്മുടെ രക്ഷകനായിരിക്കാൻ കഴിയത്തില്ല. മനുഷ്യനായി പിറന്നവന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്നിട്ട് അതിനെ അങ്ങോട്ട് ഫിൽറ്റർ ചെയ്യുകയാണ്. ഞാനിവിടെ പറയുകയാണ്, 300-ൽ പരം പ്രവചനങ്ങൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ 300-ൽ പരം പ്രവചനങ്ങളും പൂർണ്ണമായി യേശുവിൽ നിറവേറപ്പെട്ടു. അത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഒരു 10-12 കോയിന് നമ്മുടെ പോക്കറ്റിൽ ഇട്ടേച്ച് ഒന്ന് ഷബിൾ ചെയ്തേച്ച് 1 by 1 ഇൻ ഓർഡറിൽ എടുക്കാൻ സാധിക്കുമോ? അതിൻ്റെ സാധ്യത വളരെ കുറവാണ്. സാധ്യത വളരെ കുറവാണ്. ഈ പോക്കറ്റിലോട്ടൊരു 12 കോയിൻ ഇട്ടേച്ച് ഓരോന്നിനും ഓരോ ഡേറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഓരോ നമ്പർ, ആ ക്വാർട്ടേഴ്സാണ്, 12 ക്വാർട്ടർ ഇട്ടേച്ച് ഞാനൊന്ന് ഷബിൾ ചെയ്യുക. എന്നിട്ട് ഇൻ ഓർഡറിൽ 1, 2, 3 up to 12 എടുക്കാൻ സാധ്യമല്ല. എന്നാൽ 300-ൽ പരം പ്രവചന യേശുവിനെ കുറിച്ച് എഴുതിയെങ്കിൽ ആ 300-ൽ പരം പ്രവചനങ്ങൾ ഒരുപോലെ നിറവേറ്റപ്പെട്ടു. രക്ഷിതാവായി വന്നത് ഒരു ദൂതനല്ല, മനുഷ്യൻ തന്നെയാണ്. എന്നാൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 9:26 പറയുമ്പോൾ അവിടെ അതിന് ഇച്ചിരൂടെ വ്യത്യാസം വരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത്, ബ്ലസ്ഡ് ഈസ് ദ ലോർഡ് ഗോഡ് ഓഫ് ഷെയിം. നോഹയിൽ നിന്ന് മനുഷ്യൻ കണ്ടിന്യൂ ചെയ്യുന്നു. നോഹയ്ക്ക് 3 മക്കളുണ്ട്, ഷേം, ഹാം, യാഫെത്ത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബ്ലസ്ഡ് ഈസ് ദ ലോർഡ് ഗോഡ് ഓഫ് ഷെയിം. അപ്പോൾ ഷേമിൻ്റെ ആ 3 മക്കളിൽ യാഫെത്തിനെ മാറ്റി, ഹാമിനെ മാറ്റി, ഷേമിൻ്റെ കുലത്തിൽ നിന്ന് വരണം. ഉൽപ്പത്തി പുസ്തകം 12:1 പറയുകയാണ്, ഐ വിൽ മേക്ക് ദീ എ ഗ്രേറ്റ് നേഷൻ. ആരോടാ പറയുന്നത്? അബ്രഹാമിനോട് പറയുന്നു. അപ്പോൾ ഷേമിൻ്റെ കുലത്തിൽപ്പെട്ടവനായ അബ്രഹാമിനെ വേർതിരിക്കുന്നു. അവിടെ നിന്നൊരു രാജ്യം പുറപ്പെട്ടു, നിന്നിൽ നിന്ന് ഞാനൊരു രാജ്യമുളവാക്കും, ദൈവനോട് കൽപ്പന ചെയ്തു. എന്നാൽ അവിടെ ഇച്ചിരൂടെ ഫിൽറ്റർ ചെയ്യുകയാണ് അടുത്ത വാക്യത്തിൽ. ഉൽപ്പത്തി പുസ്തകം 24:17 നാം കാണുന്നു, സ്റ്റാർ ഓഫ് ജേക്കബ്, യാക്കോബിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിൻ്റെ കൊച്ചുമകനാണ് യാക്കോബ്. പല കൊച്ചുമക്കൾ ഇപ്പോൾ ഇതിനോടകം യാക്കോബിനുണ്ട്, അല്ലെങ്കിൽ അബ്രഹാമിനുണ്ട്. എന്നാൽ യാക്കോബിൽ നിന്നൊരു ഉദയനക്ഷത്രം ഉണ്ടാകും. ഫിൽറ്റർ ചെയ്യുകയാണ് വീണ്ടും. അതിനുശേഷം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 49:10 കാണുന്നു, യാക്കോബിൽ നിന്ന് വേറൊരുത്തനെ, സപ്റ്റർ വിൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം ജൂദ. യാക്കോബിന് 12 മക്കളുണ്ടെങ്കിൽ ഭാവികാലം സംബന്ധിച്ച് അവരെ അനുഗ്രഹിക്കുമ്പോൾ നിത്യമായി സപ്റ്റർ അല്ലെങ്കിൽ ചെങ്കോല് പിടിക്കേണ്ടവൻ ആരാണ്? ജൂദയിൽ നിന്ന് വരണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ജെസ്സയുടെ നിന്ന്, ജെസ്സ എന്ന് പറയുന്നത് യഹൂദ ഗോത്രത്തിൽ തന്നെ പെട്ട ദാവീദിൻ്റെ പിതാവാണ്. അപ്പോൾ ജെസ്സയുടെ കുടുംബത്തിൽ നിന്ന് ഞാൻ ഒരുവനെ വേർതിരിക്കും. 2 ശമൂവേൽ 7-ാം അധ്യായം 8-ാം വാക്യവും 16-ാം വാക്യവും പറയുമ്പോൾ അവിടെ കാണുന്നു, എൻ്റെ സെർവൻ്റായിരിക്കുന്ന ദാവീദിൽ നിന്ന് എനിക്കുള്ള രക്ഷിതാവ് പുറപ്പെടും. അപ്പോൾ അവിടെ ഒരു ഫിൽറ്ററിങ് നടക്കുക. നമ്മളിതിനെ ഫിൽറ്റർ ചെയ്തിങ്ങനെ താഴോട്ട് കൊണ്ടുവരികയാണ്.
അതിനുശേഷം യെശയ്യാപ്രവചനം 7:14 നാം കാണുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഒരു സ്ത്രീകൾക്കെല്ലാം അതിന് യോഗ്യതയുള്ളവരല്ല. കന്യകയിൽ നിന്ന് ഒരു പുത്രൻ ജനിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ ഇമ്മാനുവേൽ എന്ന പേരിടണം. യേശു എന്നുള്ള പേരിൻ്റെ അർത്ഥം ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഞാൻ ആദ്യമേ വായിച്ചല്ലോ, മീഖായുടെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ബേത്ലഹേം എഫ്രാത്തേ. അപ്പോൾ യൂദാ ഗോത്രം ഓൺ ചെയ്യുന്ന സ്ഥലമാണ് ബേത്ലഹേം. അവിടെ നിന്ന് വേണം യേശു ജനിക്കാൻ. എന്നാൽ നമുക്കറിയാം, യേശുവിൻ്റെ വളർത്തച്ഛനായ ജോസഫോ മറിയോ ഒന്നും ജൂദയിലല്ല അവർ ജീവിക്കുന്നത്. അവർ ഗലീലക്കാരാണ്. ജോസഫിൻ്റെ ഒറിജിൻ ബേത്ലഹേമാണ്. പിതാക്കന്മാർ അവിടെ നിന്ന് വന്ന യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനാണെങ്കിലും താൻ ഏതാണ്ട് 100ഓളം മൈൽ അകലെയുള്ള ഗലീലയിൽ പാർക്കുന്ന ആളാണ്. ആ സമയത്താണ് തിബിരിയാസ് കൈസറുടെ ആജ്ഞ പുറപ്പെട്ടത്, അവരുടെ പേര് രജിസ്റ്റർ ചെയ്യണം ടാക്സേഷന് വേണ്ടി. അപ്പോൾ യഹൂദന്മാരത് മുതലെടുത്തു. അപ്പോൾ പുരോഹിതന്മാർ പറഞ്ഞു, അവരവരുടെ പിതാക്കന്മാർ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ രജിസ്റ്റർ ചെയ്യും എന്നൊരു വ്യവസ്ഥ. റോമാക്കാർക്ക് അത് നിയമമില്ല, അവരവർ ജനിച്ചിടത്ത് പോയി രജിസ്റ്റർ ചെയ്യണമെന്ന് അവരുടെ റൂട്ടിൽ. എന്നാൽ ഇസ്രയേൽക്കാർ അവരുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ കൂട്ടിക്കൊണ്ട് നിയമം കൊടുത്തു. റോമാക്കാരുടെ നിയമത്തിൻ്റെ അണ്ടറിൽ അവരൊരു നിയമം വെച്ചു, നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ നിന്ന് വന്നവരാണോ ആ ദേശത്ത് പോയി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ബേത്ലഹേം എഫ്രാത്തിൽ നിന്ന് വരണമെന്ന് ഈ സീസർ അഗസ്റ്റസിൻ്റെ കൽപ്പന പുറപ്പെടുന്നതില്ലെങ്കിൽ അത് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് അവർ ബേത്ലഹേമിലേക്ക് ടാക്സസിനോടുള്ള ബന്ധത്തിൽ അവരുടെ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോയത്. നമ്മുടെ ദൈവം എത്ര വലിയവൻ, പ്രവചനങ്ങൾ അതടിയായി നിറവേറ്റുന്നവൻ. യെശയ്യാപ്രവചനം 53:6 ഇങ്ങനെ പറയുന്നു, നമ്മുടെ എല്ലാ അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. മാനവരാശിയുടെ അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. നാം ദൈവം അവനെ തിരസ്കരിച്ചു എന്ന് ചിന്തിച്ചു, എന്നാൽ നമുക്ക് പകരക്കാരനായി അവൻ കഷ്ടത സഹിക്കുന്നു എന്ന് യെശയ്യാപ്രവാചകൻ അത് കണ്ടുകൊണ്ട് പറയുകയാണ്. ഒരു അകൃത്യയാഗമായി അവൻ തീരുകയാണ്. ഹല്ലേലൂയ. സ്വന്തം ജനത്താൽ റിജക്റ്റ് ചെയ്യപ്പെടുമെന്ന് യെശയ്യാപ്രവാചകൻ പ്രവചിച്ചു. യേശുവിനെ തിരസ്കരിച്ചത് യഹൂദജാതിയാണ്. നമ്മൾ സങ്കീർത്തന പുസ്തകം 22-ാം അധ്യായം 16-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മളവിടെ കാണുന്നു, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. അപ്പോൾ യേശു ക്രൂശിൽ തറയ്ക്കപ്പെടുമെന്ന് യേശുവിൻ്റെ ജനനത്തിന് 1000 ആണ്ട് വർഷത്തിനു മുമ്പ് പ്രവാചകൻ നിർവൃതിയിലൂടെ കാണുകയാണ്. വരാനിരിക്കുന്ന മശിഹ മരിക്കേണ്ടത് ക്രൂശിൽ ആണികളേറ്റുകൊണ്ടാണെന്ന്. യേശു ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതും പ്രവാചകൻ കാണുന്നുണ്ട്. സങ്കീർത്തനം 16:10 നീ ഇങ്ങനെ കാണുന്നു, നീ എൻ്റെ പ്രാണനെ പാതാളത്തിലേക്ക് വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ അനുവദിക്കുകയുമില്ല. അപ്പം ശരീരം ദ്രവിക്കാതെ ഉയർത്തെഴുന്നേൽപ്പാനുള്ള മശിഹയെക്കുറിച്ചുള്ള ദർശനം സങ്കീർത്തനക്കാരന് ലഭിക്കുന്നു. ആ പ്രവചനത്തിൻ്റെ പോക്ക് നോക്കണം. ഒരു ഫിൽറ്ററിൽ കൂടെ ഫിൽറ്റർ ചെയ്ത് എടുക്കുന്നത് പോലെ യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള ആഗമന പദ്ധതിയെയും തിരുവചനം പൂർണ്ണമായി കാണുകയാണ്. ഹല്ലേലൂയ. കാൽവറി ക്രൂശിൽ മാനവരാശിക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നു. ഏറ്റവും വലിയ ടോർച്ചർഡായിട്ടുള്ള മരണമാണ് ക്രൂശ് മരണം. 40 അടി ചമ്മട്ടി കൊണ്ട് അടിച്ചവനെ പിന്നെ ആരും ക്രൂശിക്കത്തില്ല. അത് ജീവപര്യന്തം തടവും അല്ലെങ്കിൽ ഹാങ് ചെയ്ത് കൊല്ലുക, ഇതിലേതിലും ഒന്നേ കൊടുക്കുകയുള്ളൂ. എന്നാൽ ഇത് രണ്ടും ഒന്നേ കൊടുക്കുകയുള്ളൂ മനുഷ്യർക്ക്. എന്നാൽ 40 പ്രാവശ്യം ചമ്മട്ടി കൊണ്ട് അടിച്ചിട്ട് അവർക്ക് തൃപ്തിയായില്ല, ഞാൻ അവരെ അടുപ്പിച്ചു വിടും. അതൊരു ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ്. അത് കഴിഞ്ഞ യേശുവിനെയാണ് പിന്നെ ക്രൂശിന് വിധിക്കപ്പെടുന്നത്. പ്രൈസ് ഗോഡ്. നമ്മുടെ അകൃത്യം അവൻ്റെ മേലിട്ടു. പാപമൊഴികെ സകലത്തിലും നമുക്ക് സമനായവൻ, അതാണ് നമ്മുടെ കർത്താവായ ക്രിസ്തുയേശു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ജോസിഫസ് എഴുതി വെച്ചു. യേശുവിൻ്റെ കാലത്ത് ആ നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചിരുന്ന ആളാണ്. യേശുവിനെ കുറിച്ച് എഴുതി വെച്ചു. സൂട്രോണിയസ്
ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചരിത്രകാരനാണ്. ഇവരാരും ക്രിസ്ത്യാനികളല്ല. യോസിഫസ് ഒരു യഹൂദനാണെങ്കിൽ സൂട്രോണിയസ് യഹൂദനല്ലാത്ത ഒരു ചരിത്രകാരൻ. ഇവരെല്ലാം യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും എഴുതി വെച്ചു. യേശു ഒരു ചരിത്ര പുരുഷനാണ്, ഒരു കൽപ്പനയിൽ ഉടലെടുത്ത ഭാവനയിൽ ഉടലെടുത്ത കഥാപാത്രമല്ല. കാലത്തെ BC എന്നും കാലത്തെ AD എന്നും ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ആനി ഡൊമിനി എന്ന് വേർതിരിച്ച ചരിത്രത്തിലേക്ക് വന്ന ചരിത്ര പുരുഷനാണ് കർത്താവായ യേശു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ രക്ഷിതാവായ കർത്താവിനെ ജനിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഡേറ്റിനെ കുറിച്ചും മാസത്തെക്കുറിച്ചൊന്നും നമുക്ക് നിശ്ചയമില്ല, തിരുവചനം അത് പറയുന്നില്ല. എന്നാൽ യേശു ജനിച്ചതെന്നുള്ളൊരു യാഥാർത്ഥ്യമായില്ലേ? മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ജനിച്ച, കഷ്ടത സഹിച്ച് കഷ്ടതയും പ്രയാസവും സഹിച്ച് വേദന സഹിച്ച് എനിക്ക് ദാഹിക്കുന്നുവെന്ന് അലറത്തക്കവണ്ണം കഷ്ടം സഹിച്ച യേശു, ഈ യേശുവിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? അവനെ ആക്സെപ്റ്റ് ചെയ്യുമോ റിജക്റ്റ് ചെയ്യുമോ? ഇവൻ രക്ഷിതാവാണെന്ന് അറിഞ്ഞിട്ട് ഇവനെ ഉപേക്ഷിക്കുന്നവർക്ക് അവർ തന്നെ എടുക്കുന്ന തീരുമാനമാണ് ഞാൻ നരകത്തിൽ പോയിക്കൊള്ളാമെന്നുള്ളത്. ദൈവം അനുസരണം കേട്ട ദൂതന്മാർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് നരകം. തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് വേണ്ടിയല്ല. എന്നാൽ താൻ തന്നെ കടന്നു വന്ന് മാനവരാശിയുടെ പാപത്തെ ചുമന്നുകൊണ്ട് പാപമൊഴികെ സകലത്തിലും നമുക്ക് സമനായി വന്നവൻ നമുക്ക് പകരക്കാരനായി അവസാനത്തുള്ള രക്തം വരെ ഊറ്റി തന്ന് ദൈവസ്നേഹത്തെ, മഹത്തരമായ ദൈവസ്നേഹത്തെ, കരുണയെ പ്രദർശിപ്പിച്ചുവെങ്കിൽ അവന് റിജക്റ്റ് ചെയ്യുവാനും ആക്സെപ്റ്റ് ചെയ്യുവാനുള്ള അധികാരം നമുക്കുണ്ട്. നമ്മളെന്ത് ചെയ്യും? ഇവൻ രക്ഷിതാവാണ്, ഇവനിലൂടെ അല്ലാതെ ആർക്കും രക്ഷ പ്രാപിപ്പാൻ കഴിയില്ലെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? മൗനമായിരിക്കാൻ സാധിക്കുമോ? ഇതിനെ ഒരു ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് മാനവരാശിയുടെ രക്ഷയ്ക്ക് യേശു മാത്രമേ ഉള്ളൂ, അവൻ മാത്രമാണ് അനോയിൻറ്റഡ് കിങ് മശിഹ എന്നുള്ള അറിവോടുകൂടിയും പരിജ്ഞാനത്തോടുകൂടിയും അവൻ്റെ സാക്ഷികളായി സത്യസുവിശേഷത്തെ പ്രചരിപ്പിക്കുന്നതിൽ പങ്കുകാരായി തീരുവാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നമ്മളതൊരു പരിധിവരെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതലായി എന്തുകൊണ്ട് ചെയ്തുകൂടാ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു മാത്രമേ മാനവകുലത്തിന് രക്ഷിതാവായിട്ടുള്ളൂ. കാരണം ജഡത്തിൽ വന്ന ദൈവം ക്രിസ്തയേശു മാത്രമാണ്. പുരാതനനായവൻ എന്നാണ് അവനെക്കുറിച്ച് പറയുന്നത്. നിത്യപിതാവ്, നിത്യപിതാവ് മാനവരാശിയുടെ രക്ഷയ്ക്കായി വന്ന് ജഡം ധരിച്ചവനാണ് മശിഹയെങ്കിൽ, അവനിലൂടെ മാനവരാശിക്ക് രക്ഷയുള്ളെങ്കിൽ ആ ദൗത്യത്തെ എൻ്റെ ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് നാം എന്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൂടാ? ഉപദേശിമാരുടെ ചുമതലയല്ലത് മാത്രം അല്ലത്, അല്ലെ സഭയുടെ നേതൃത്വം വഹിക്കുന്ന ആളുകളെന്ന് പറയപ്പെടുന്നവരുടെ ദൗത്യം മാത്രമല്ല. വീണ്ടെടുക്കപ്പെട്ട, വീണ്ടും ജന്മം പ്രാപിച്ച ഏതൊരു ദൈവ പൈതലിൻ്റെയും വേർതിരിച്ച് മാറ്റിക്കളയാൻ കഴിയാത്ത ഒരു വലിയ ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ് യേശുവിൻ്റെ സാക്ഷികളാകുക, യേശുവിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. പ്രൈസ് ഗോഡ്. ഈ യേശുവിനെ നാം എന്ത് ചെയ്യണം? അവൻ ദൈവമാണ്. ദൈവത്തിന് നാം കൊടുക്കേണ്ടത് ആരാധനയാണ്. തിരുവചനം പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ നാം ആരാധിക്കാൻ കടപ്പെട്ടവരാണ്. പ്രതികൂലങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സത്യത്തിലും ആത്മാവിലും നമ്മുടെ ദൈവത്തെ നാം ആരാധിക്കണം. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും നമ്മൾ പോയി യേശുവിനെ കണ്ടുപിടിച്ചതാണെന്ന്. ഒരിക്കലുമല്ല. ആദം പാപം ചെയ്തപ്പോൾ ആദമല്ല തിരിച്ചുപോയി ദൈവത്തെ ഫൈൻഡ് ചെയ്തത്. വൃക്ഷങ്ങളുടെ പുറകിൽ മറഞ്ഞിരിക്കുന്ന ആദത്തെ വിളിക്കുന്നത്, ആദമേ നീ എവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ട് കടന്നു വരുന്ന ദൈവത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയപ്പോഴും മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ഈ പാർശ്വങ്ങളിലേക്കും കൈകളെ വിരിച്ചുകൊണ്ട് നമുക്ക് പകരക്കാരനായി
ലോകത്തിൻ്റെ എല്ലാ ദിക്കിലുമുള്ള വ്യക്തികളെ ആഹ്വാനം ചെയ്തുകൊണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവിൻ. യേശുവിന് മാത്രമേ ആത്മീയമായ ആശ്വാസം തരുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവാണ് നമ്മളെ തിരക്കി ഇറങ്ങിയവൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നിരീക്ഷിച്ചാൽ അവിടെ യേശുവിൻ്റെ ദൗത്യം നമ്മൾ കാണും. യേശുവിനെ നമ്മൾ ദർശിക്കും. ഹേരോദാവ് ക്രിസ്തു ജനിക്കുന്നത് ബേത്ലഹേമിലാണെന്ന് അറിഞ്ഞത് എവിടെ നിന്നാ? ശാസ്ത്രിമാർ, യഹൂദന്മാരുടെ ശാസ്ത്രിമാരാ പറയുന്നത് ഇവൻ ബേത്ലഹേമിലാണ് ജനിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം കാലഹരണപ്പെട്ടു പോയിട്ടില്ല. അത് ഇന്നും നിൽക്കുന്നു. ഈ യേശുവിൻ്റെ സാക്ഷികളായി നമുക്ക് മുന്നേറാം. സത്യത്തിലും ആത്മാവിലും അവനെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കർത്താവായ ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ ആകർഷിച്ചുകൊണ്ട് ജീവിക്കാം. കാരണം എല്ലാ മനുഷ്യാദിയിൽ പറഞ്ഞ ഏതൊരു വ്യക്തിക്കും രക്ഷകൻ കർത്താവാകിയാൽ അവനെ മറ്റുള്ളവരോട് അറിയിക്കാം. അതിന് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.